ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാം കൊറോണ എല്ലാം വന്നിട്ട് അതിൻ്റെ എല്ലാ ഇഫക്റ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിന് കൊറോണയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഈവൻ 40s അല്ലെങ്കിൽ ബിറ്റ്വീൻ 30s and 40s നമ്മൾ ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട്. പണ്ട് നമുക്കൊരു 50-60 വയസ്സിലൊക്കെ ഡയബറ്റീസ് ഒക്കെ പ്രഷറൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്കൊരു 20 വയസ്സ് 25 വയസ്സ് 30 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രഷറും ഷുഗറും എല്ലാം വരുന്നുണ്ട്. മെയിൽസിലാണോ ഫീമെയിൽസിലാണോ കൂടുതലായിട്ട് ഈ ഹാർട്ട് പ്രോബ്ലംസ് കാണുന്നത്? മെയിൽ സെക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ. മെയിൽസിന് സാറിന് കൂടുതൽ അതിന് കാരണമുണ്ട്. അതുപോലെ നമുക്ക് ഇന്ത്യൻസിന് നമുക്ക് വെസ്റ്റേൺ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പഠനങ്ങൾ പറയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ യൂട്രസും ഓവറൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ റിസ്ക് കൂടുതലുണ്ട്. ഈ ജിമ്മിൽ പോകുന്നതും പിന്നെ ഹാർട്ട് ഡിസീസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കുറേ പേര് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഫേമസ് ആക്ടർ മരണപ്പെട്ടു പോയി. അങ്ങനെയുള്ള റിസ്ക് നോക്കുമ്പോൾ നമുക്ക് സീറോ റിസ്ക് എന്നൊരു സംഭവമില്ല. നമ്മൾ ലോ റിസ്കിലാണോ, ഹൈ റിസ്കിലാണോ, വെരി ഹൈ റിസ്കിലാണോ, ഇന്റർമീഡിയറ്റ് റിസ്കിലാണോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ കണ്ടുപിടിക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് ആയാലും സ്ട്രോക്ക് ആയാലും അത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇത് കുറയ്ക്കാന്ന് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കെല്ലാം വരാൻ കാരണമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വളരെ സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. SP മെഡിഫോർട്ടിലെ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷിഫാസ് ബാബു ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ടുഡേ വിൽ ബി ടോക്കിംഗ് എവറിത്തിങ് റിലേറ്റഡ് ടു ഹാർട്ട് ബ്ലോക്ക് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. സർ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതശൈലികൾ മാറിയിട്ടുമുണ്ട്. സോ ഈ ഹാർട്ട് ബ്ലോക്ക് അല്ലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്ന ഹൃദയത്തിൻ്റെ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കൊഴലുകൾ ആർട്ടറീസിനാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയധമനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയധമനികളിൽ തടസ്സം കാരണം ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് വരുന്നതും അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. സർ, ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അതപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എത്ര ഏജിലുള്ള ആൾക്കാരെയാണ് സാർ കണ്ടിട്ടുള്ളത്? നമുക്ക് പണ്ടെല്ലാം അറിയാം. നമുക്ക് ഈ ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നത് ഒരു 60-70 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഉള്ള ആൾക്കാരെല്ലാം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിന്, അതും 50 വയസ്സ് താഴെ 40 വയസ്സ് താഴെ, നമ്മൾ ഈവൻ 20 വയസ്സുള്ള കുട്ടികൾക്ക് വരെ നമ്മൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ടുണ്ട്. പല പല കാരണങ്ങളുണ്ട്. നമ്മുടെ മാറി വരുന്ന ജീവിതശൈലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നുവെച്ചാൽ പണ്ട് നമുക്കൊരു 50-60 വയസ്സിലൊക്കെ ഡയബറ്റീസ് ഒക്കെ പ്രഷറൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പം നമുക്ക് 20 വയസ്സ് 25 വയസ്സ് 30 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രഷറും ഷുഗറും എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാം കൊറോണ എല്ലാം വന്നിട്ട് അതിൻ്റെ എല്ലാ ഇഫക്റ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിന് കൊറോണയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഈവൻ 40s അല്ലെങ്കിൽ ബിറ്റ്വീൻ 30s and 40s നമ്മൾ ഹാർട്ട് അറ്റാക്ക് കാണുന്നുണ്ട്. നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കെല്ലാം വരാൻ കാരണമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. സർ, ഇതിന് എന്തെങ്കിലും ഏർലി വാർണിംഗ് സൈൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ഹാർട്ട് അറ്റാക്ക് ആവട്ടെ സ്ട്രോക്ക് ആവട്ടെ ഇതെല്ലാം നമുക്കൊരു ഉണ്ടാകുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു 75-80% ആൾക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് വരുന്നത്. വേറൊരു 15-20% ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ നമ്മുടെ പേരൻസിന് ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ പേരൻസിന് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ സഹോദരന്മാർ, അങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ഒരു 55 അല്ല 60 വയസ്സിനകത്ത് നമുക്കൊരു ഹാർട്ടിന് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്കുകളോ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതൊരു റിസ്ക്കാണ്. നമുക്ക് ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് നമുക്കൊരു ഹാർട്ടിന് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചില സിംറ്റംസ്, ഉദാഹരണത്തിന് നമുക്ക് നടക്കുമ്പോൾ നെഞ്ചിലൊരു അസ്വസ്ഥത തോന്നുന്നു, സാധാരണ ഇല്ലാത്ത പോലെ നെഞ്ചിൽ അസ്വസ്ഥത തോന്നുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു കിതപ്പ് തോന്നുന്നു, നമുക്ക് അമിതമായിട്ട് കുറച്ച് വണ്ണമുണ്ട്, അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡൈജഷൻ പോലെ സിംറ്റംസ് തോന്നുന്നു. അങ്ങനെ ഈ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ സിംറ്റംസ് നമുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ വയസ്സ് കുറവാണെന്ന് വിചാരിച്ച് 30 വയസ്സായിട്ടുള്ളൂ 35 വയസ്സായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ജീനോ അല്ലെങ്കിൽ ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വാർണിംഗ് സൈൻസ് സിംറ്റംസ്, ചെസ്റ്റ് പെയിൻ ആവട്ടെ, അത് നെഞ്ചിടിപ്പാവട്ടെ, ശ്വാസം മുട്ടാവട്ടെ, ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം.
സർ ഇതിനെന്തെങ്കിലും ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ. ഏർലി ഡിറ്റക്ഷൻ നമ്മൾ പലപ്പോഴും നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് എക്സിക്യൂട്ടീവ് ചെക്കപ്സും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്കൊരു ശരിക്കുള്ളൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ പുതിയ ടെസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഹാർട്ടിൻ്റെ നോക്കാനായിട്ട് നമ്മൾ ECG എടുത്ത് നോക്കും, എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കും, ട്രെഡ്മിൽ ടെസ്റ്റ് എടുത്ത് നോക്കും, നടത്തിക്കൊണ്ടുള്ള ECG എടുത്ത് നോക്കും, പിന്നെ ഷുഗറൊക്കെ ഉണ്ടോ നോക്കാനായിട്ട് കൊളസ്ട്രോൾ, ഷുഗർ അതെല്ലാം നോക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലൈപ്പോ പ്രോട്ടീൻ A അല്ലെങ്കിൽ അപ്പോ പ്രോട്ടീൻ B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നോക്കണമെന്നാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈനൊക്കെ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലാണെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഇതുപോലത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ LPA അല്ലെങ്കിൽ അപ്പോ പ്രോട്ടീൻ B എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള റിസ്ക് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിന് ഏർലി ഇൻ്റർവെൻഷൻ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം, BP ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം, നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഏർലി നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാവിയിൽ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഹാർട്ട് ബ്ലോക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സർ? ഈ പറഞ്ഞ പോലെ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കുറേ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ നമുക്കൊരു വാർണിംഗ് സൈൻസ് പോലത്തെ സിംറ്റംസ് എല്ലാം പറഞ്ഞു. ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ചെക്കപ്പുകളായിട്ട് ECG ടെസ്റ്റ് ചെയ്ത് നോക്കും, നമ്മൾ എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കും. പിന്നെ നമുക്ക് TMT എന്ന ടെസ്റ്റ് ഉണ്ട്, ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ട്. ഈ കിടന്നുകൊണ്ടെടുക്കുന്ന ECGക്ക് വരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ECG എടുക്കുക. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് നടക്കുമ്പോഴായിരിക്കും സിംറ്റംസ്. അപ്പോൾ നമ്മൾ വെറുതെ ഉള്ള ഒരു ECG ടെസ്റ്റ് എടുത്താലോ എക്കോ ടെസ്റ്റ് എടുത്താലോ ചിലപ്പോൾ വ്യത്യാസമൊന്നും കണ്ടെന്ന് വരത്തില്ല. കാരണം നടക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് നടത്തിക്കൊണ്ട് ECG എടുത്താൽ മാത്രമേ ആ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയങ്ങൾ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് സംശയം വരും. അപ്പോൾ ഈ സംശയം കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ നമുക്ക് 2 തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്ന് നമുക്കിപ്പോൾ CT കൊറോണറി ആൻജിയോഗ്രാം എന്നൊരു ടെസ്റ്റുണ്ട്. അത് നമുക്ക് സാധാ ചെയ്യുന്ന CT സ്കാനാണ്. നമ്മൾ സാധാ തലയ്ക്കും വയറിനൊക്കെ സ്കാൻ എടുക്കുന്ന പോലെ CT സ്കാനാണ്. ആ CT സ്കാനിൻ്റെ അകത്ത് നമ്മൾ ഞരമ്പിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് മെഡ് കുത്തി വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ബ്ലോക്കുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതൊന്ന്. അല്ലാതുള്ള ടെസ്റ്റ് നമ്മൾ ശരിക്കുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള കൊറോണറി ആൻജിയോഗ്രാം ടെസ്റ്റ്. അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ കയ്യിലൂടെ ഹാർട്ടിനകത്തേക്കുള്ള രക്തക്കുഴലിലേക്ക് ട്യൂബ് കടത്തിയിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൊറോണറി ആൻജിയോഗ്രാം ടെസ്റ്റ്. ഈ 2 ടെസ്റ്റുകൾ വഴിയാണ് നമുക്ക് ബ്ലോക്കുകളുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയുന്നത്. ഇതിലിപ്പോൾ ഏത് രോഗിക്കാണെന്നുള്ളത് നമുക്ക് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പം നമുക്ക് ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു ബ്ലോക്ക് കാണാൻ ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കട്ടെ, അങ്ങനെയുള്ള ആൾക്ക് നമുക്ക് വെറുതെ CT ആൻജിയോഗ്രാം എടുത്തിട്ട് കാര്യമില്ല. കാരണം അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ള ആൻജിയോഗ്രാം നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് ഏതാണ് രോഗിക്ക് നല്ലത്, ഇപ്പോൾ CT കൊറോണറി ആൻജിയോഗ്രാം ആണോ കൊറോണറി ആൻജിയോഗ്രാം ആണോ വേണ്ടതെന്ന് ആ ഡോക്ടറോട് സംസാരിക്കും, കാർഡിയോളജിസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു CT ആൻജിയോഗ്രാം എടുക്കാൻ പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിയിൽ നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഹാർട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് ആരെങ്കിലും ഹാർട്ടിന് അസുഖമുണ്ട്, നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ട്, വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, സിംറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ടിപ്പിക്കൽ സിംറ്റംസ് ഒന്നും അല്ല, പക്ഷേ എങ്കിലും നമുക്കൊരു ചാൻസ് ഉണ്ടല്ലോ ഹാർട്ടിനസ് പറയാം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരു സ്ക്രീനിങ് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് CT കൊറോണറി ആൻജിയോഗ്രാം. കാരണം എന്ന് വെച്ചാൽ CT ആൻജിയോഗ്രാം ആകുമ്പോൾ നമുക്ക് അഡ്മിഷൻ വേണ്ട, നമുക്ക് റേഡിയോളജിയിൽ CT സ്കാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻവേസീവ് പ്രൊസീജിയറാണ്. നമുക്ക് അഡ്മിറ്റ് ചെയ്ത് കത്തീറ്റർ ശരീരത്തിനകത്തേക്ക് കടത്തിവിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കൊറോണറി ആൻജിയോഗ്രാം ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. സാർ ഇപ്പോൾ CT ആൻജിയോഗ്രാമിനെ പറ്റി പറഞ്ഞല്ലോ, അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? അതിനൊരു ഏജ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് CT ആൻജിയോഗ്രാം ചെയ്യുന്നതിന് അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു രോഗി വന്ന് പറയുമ്പോൾ നമുക്ക് ആ രോഗിക്ക് ഈ ഹാർട്ടിൻ്റെ അസുഖം അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് കാണാനുള്ള സാധ്യത അതിന് പ്രോബബിലിറ്റി അത് എത്രയാണെന്ന് നമുക്ക് പേഷ്യൻ്റെ പല ഫാക്ടേഴ്സും വെച്ച് മനസ്സിലാക്കാൻ പറ്റും. പേഷ്യൻ്റ് പറഞ്ഞ സിംറ്റംസ് ടിപ്പിക്കലാണെന്ന് നോക്കിയിട്ട് ECGയിൽ വ്യത്യാസങ്ങളുണ്ടോ, എക്കോ ടെസ്റ്റിൽ വ്യത്യാസം. ഉദാഹരണത്തിന് നമുക്ക് ECGയിൽ എക്കോ ടെസ്റ്റിൽ നമുക്ക് ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ, ആ രോഗിക്ക് നമ്മൾ CT ആൻജിയോഗ്രാം എടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്ക് ബ്ലോക്ക് എന്തായാലും ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കുള്ള ആൻജിയോഗ്രാം തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ക്രിയാറ്റിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് CT ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഇത് വീണ്ടും കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ കിഡ്നിയുടെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏത് രോഗിക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാ രോഗികളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു ബൈപ്പാസ് കഴിഞ്ഞ രോഗി വീണ്ടും ഒരു അസ്വസ്ഥമായിട്ട് വന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ ബ്ലോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധാ ആൻജിയോഗ്രാമിനേക്കാളും എളുപ്പം നമുക്ക് CT ആൻജിയോഗ്രാം ആയിരിക്കും. CT ആൻജിയോഗ്രാം ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പ്ലാനിങ്ങോട് കൂടി നമുക്ക് മറ്റേ ആൻജിയോഗ്രാം വഴി നമുക്ക് പിന്നെ ബ്ലോക്ക് മാറ്റാനായിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതാണ് ഏത് രോഗിക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ശരിക്കും ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് ഡോക്ടറോട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്.
സർ പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളത്? നമുക്കിപ്പോൾ ഇതുപോലെ CT ആഞ്ചുരം ചെയ്തിട്ടാവട്ടെ അല്ലെങ്കിൽ ആഞ്ചുരം ചെയ്തിട്ട് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ബ്ലോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് മാറ്റേണ്ട ബ്ലോക്കാണോ മാറ്റേണ്ടാത്ത ബ്ലോക്കാണോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യങ്ങൾ. പലപ്പോഴും നമുക്ക് ഫുള്ള് നോർമലായിട്ട് ആഞ്ചുരം കാണണമെന്നില്ല. ഫുള്ള് നോർമലാണെങ്കിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണ്ട. പക്ഷേ ഫുള്ള് നോർമലായിട്ടും ഹാർട്ടിൻ്റെ നെഞ്ചുവിന് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മളതിന് മൈക്രോവാസ്കുലർ അഞ്ചൈന എന്ന് പറയും. ഹാർട്ടിൻ്റെ നമ്മൾ കാണുന്ന രക്തക്കുഴലുകളൊക്കെ നോർമലായിരിക്കും. പക്ഷേ പേഷ്യൻസിന് വരുന്ന പെയിൻ ഹാർട്ടിൻ്റെ പെയിൻ പോലെ തന്നെയായിരിക്കും. അതിന് നമുക്ക് മെഡിസിൻ കൊടുത്ത ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇനി ബ്ലോക്ക് വരുമ്പോൾ നമുക്കൊരു 80% അല്ലെങ്കിൽ 90% മുകളിലേക്കുള്ള ബ്ലോക്കുകളാണെങ്കിൽ ഉറപ്പായിട്ട് പറയാം നമുക്ക് ഇതൊരു കുഴപ്പമുള്ള ബ്ലോക്കാണ്. അത് തന്നെ നമുക്ക് ഏതൊക്കെ ബ്ലോക്ക് മാറ്റണം ഏതൊക്കെ ബ്ലോക്ക് മാറ്റണം തീരുമാനിക്കുന്നത് ഈ ബ്ലോക്കിൻ്റെ എണ്ണമോ അങ്ങനെ വെച്ചിട്ടല്ല. ഇത് നമുക്ക് രക്തക്കുഴലിൻ്റെ ഏത് ഭാഗത്താണ്, മെയിൻ രക്തക്കുഴലാണോ സൈഡ് ബ്രാഞ്ചിലാണോ അതിൻ്റെ വലിപ്പങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ വളരെ ചെറിയ രക്തക്കുഴലിലാണെങ്കിൽ നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ചിലപ്പോൾ നമുക്ക് ആഞ്ചുരം ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലോക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 80-90% ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചറിയാം നമുക്കത് മാറ്റേണ്ട ബ്ലോക്കാണെന്ന് മനസ്സിലാവും. പക്ഷേ ചില ബ്ലോക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 40%-50% ബ്ലോക്കൊക്കെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് സംശയം വരും, ഈ ബ്ലോക്ക് കൊണ്ടാണോ നമുക്ക് ഈ രോഗിക്ക് വേദന വരുന്നത്, മാറ്റേണ്ട കാര്യമുണ്ടോ, മാറ്റിയാൽ നമുക്ക് ഗുണമുണ്ടോ, അങ്ങനെ പല സംശയങ്ങൾ വരും. ഇതൊക്കെ അപ്പോൾ പണ്ട് നമുക്ക് ഇതിനൊന്നും തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ മാറി. നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ആൻജിയോഗ്രാം വച്ച് മാത്രം നോക്കിയിട്ട് നമ്മളുടെ ഒരു വിഷ്വൽ ഇംപ്രഷനിൽ ഇത് ഇത്ര % ഉണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം ഇതിന് വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ഈ കാണുന്ന ബ്ലോക്കുകൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ശരിക്കും ചെയ്യേണ്ട ബ്ലോക്കാണോ ചെയ്യേണ്ടാത്ത ബ്ലോക്കാണോ എന്ന് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. നമ്മൾ അതിന് ഇമേജ് ഗൈഡഡ് അല്ലെങ്കിൽ ഫിസിയോളജി ഗൈഡഡ് എന്ന് പറയും. നമുക്ക് ഈ രക്തക്കുഴലിനകത്ത് കൂടി ഒരു ക്യാമറ പോലെ ഉള്ള IVS ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ OCT ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി എന്നുള്ള ഇമേജിങ് മൊഡാലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് രക്തക്കുഴലിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്കിത് ശരിക്കും ബ്ലോക്കിൻ്റെ വ്യാസം കുറഞ്ഞിട്ടുണ്ടോ ഏരിയ കുറവാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രഷർ വെച്ച് നോക്കുന്ന IFR, FFR, RFR എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളതുകൊണ്ടൊരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സംശയത്തിൻ്റെ മേലെ ഒരിക്കലും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യത്തില്ല. നമ്മൾ ഈ ബ്ലോക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ചെയ്യേണ്ട ബ്ലോക്കാണോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് ഗുണമുണ്ടോ, ഈ പറയുന്ന സിംറ്റംസ് ഈ ബ്ലോക്ക് കൊണ്ടായിരിക്കുമോ, ഇതെല്ലാം നമുക്ക് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലോക്ക് മാറ്റുന്ന രീതിയിലോട്ട് പോകത്തുള്ളൂ. ഇനി ബ്ലോക്കിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ചികിത്സ ഉള്ളത്. അതിനൊന്ന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും, മറ്റേ നമ്മൾ ബൈപ്പാസ് സർജറി എന്ന് പറയും. അത് ഏത് രോഗിക്കാണ് ആൻജിയോപ്ലാസ്റ്റി നല്ലത്, ഏത് രോഗിക്കാണ് ബൈപ്പാസ് നല്ലത് എന്നുള്ളത് നോക്കുന്നതിനും നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പലരും നമുക്ക് പൊതുവേ ഉള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഉടനെ ബൈപ്പാസ്, ബ്ലോക്കുകളുടെ എണ്ണം കുറവാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെയൊക്കെ ഒരു ധാരണകളുണ്ട് നമുക്ക് പുറത്ത്. അങ്ങനെയല്ല. നമുക്ക് ചില ബ്ലോക്കുകൾക്ക് ആൻജിയോപ്ലാസ്റ്റിനേക്കാളും നല്ലത് ബൈപ്പാസ് തന്നെയായിരിക്കും. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഉള്ള ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അത്രയും ബുദ്ധിമുട്ട് ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യുന്ന സർജന് കാണത്തില്ല ആ ഒരു തരത്തിലുള്ള ബ്ലോക്കുകൾ നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്ലോക്കിൻ്റെ എത്രമാത്രം കാഠിന്യമുണ്ട്, എവിടെയാണ്, ഏതൊക്കെ രക്തക്കുഴലിലാണ്, അത് ബ്രാഞ്ചിങ് ഏരിയയിലാണോ, കാൽഷ്യം ഉണ്ടോ, ഫുൾ അടഞ്ഞിരിക്കുകയാണോ, ഇതെല്ലാം പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആൻജിയോപ്ലാസ്റ്റി ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ബൈപ്പാസ് ആണോ എന്നുള്ളത്. എല്ലാവർക്കും ഈ ബൈപ്പാസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും പേടിയുണ്ട്, എന്നുവെച്ചാൽ വലിയ ഓപ്പറേഷനാണ്, മുറിവുണ്ടെന്നെങ്കിലും പറഞ്ഞൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ബൈപ്പാസ് പ്രശ്നമാണ്, ആൻജിയോപ്ലാസ്റ്റി പ്രശ്നമല്ല, അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബ്ലോക്കിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റി ആണോ ബൈപ്പാസ് ആണോ വേണ്ടതെന്നുള്ളത്. സർ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച്. ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പല സ്റ്റേജസും ഉണ്ട്. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ബ്ലോക്കുള്ള ഭാഗത്തുകൂടി നമ്മളൊരു ചെറിയ ബ്ലോക്ക് കടത്തി ബ്ലോക്കിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് വിടുന്നു. ഈ വയറിലൂടെയാണ് നമ്മൾ ഈ ബലൂണും സ്റ്റെൻറ്റും എല്ലാം കോർത്ത് ആ ബ്ലോക്കുള്ള ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം ബലൂൺ പോയിട്ട് ആ ഭാഗം നമുക്ക് ഡയലേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ സ്റ്റെൻറ്റ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ചില ആൾക്കാർക്ക് ഈ ബ്ലോക്കുകൾ പലതരത്തിലായിരിക്കും. ചില ആൾക്കാരുടെ ബ്ലോക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈസി ആയിട്ട് വയറും ക്രോസ് ചെയ്ത് പോകും, ബലൂൺ ക്രോസ് ചെയ്ത് പോകും, ഈസി ആയിട്ട് പോയി നമുക്ക് സ്റ്റെൻറ്റ് വെക്കാൻ പറ്റും. ചില രോഗികളുടെ ബ്ലോക്ക് ഭയങ്കര കാഠിന്യമുള്ളതായിരിക്കും, ചിലപ്പോൾ അവിടെ ഭയങ്കര ഫൈബ്രസ് ടിഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ കാൽഷ്യം ഡെപ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ ഈ വയർ ക്രോസ് ചെയ്ത് പോയാലും ചിലപ്പോൾ അതിനകത്തുകൂടി ഈ ബലൂൺ പോകത്തില്ല. ബലൂൺ പോയി ഡയലേറ്റ് ആയാൽ മാത്രമേ നമുക്കവിടെ സ്റ്റെൻറ്റ് വെക്കാനും പറ്റുള്ളൂ. ബലൂൺ പോയി ഡയലേറ്റ് ആയാൽ മാത്രമേ നമുക്ക് രക്തം പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ വരികയും അങ്ങനെയുള്ള രോഗികളെ നമുക്ക് വീണ്ടും ബൈപ്പാസിലോട്ട് വിടേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ബ്ലോക്കുകൾക്ക് നമുക്ക് ലേസർ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ബലൂൺ ആ വയർ പോകുന്നു പക്ഷേ വേറൊന്നും പോകാത്തൊരവസ്ഥ ലേസർ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ടിഷ്യൂ എല്ലാം ഒന്ന് ബാഷ്പീകരിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. പിന്നെ ലേസർ ആൻജിയോപ്ലാസ്റ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ സാധാ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്ലോക്കുള്ള ഭാഗത്തുള്ള ബ്ലോക്ക് എങ്ങും പോകുന്നില്ല. നമ്മൾ ബലൂൺ വെച്ച് ആ ഭിത്തിയിലേക്കൊന്ന് ഒതുക്കി വെക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്താണ് പിന്നെ സ്റ്റെൻറ്റ് വെക്കുന്നത്. അപ്പോൾ ലേസറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ടിഷ്യൂ എല്ലാം കുറച്ചൊന്ന് ബാഷ്പീരിച്ച് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ കുറച്ച് നല്ലോണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റെൻറ്റ് വെക്കാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം നമുക്ക് പണ്ട് മുതലേ ഈ സ്റ്റെൻറ്റ് വെച്ചെടുത്ത് വീണ്ടും സ്റ്റെൻറ്റിൽ വീണ്ടും ബ്ലോക്ക് വരുന്ന അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ മാറ്റാൻ പോകുമ്പോൾ അതിനകത്ത് വീണ്ടും നമുക്ക് സ്റ്റെൻറ്റ് വെക്കണം. ഒരു സ്റ്റെൻറ്റിനകത്ത് വീണ്ടും സ്റ്റെൻറ്റ് വയ്ക്കുമ്പോൾ അത് വീണ്ടും ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഈ സ്റ്റെൻറ്റിനകത്തുള്ള ആ ഒരു ടിഷ്യൂസ്, ആ ബ്ലോക്കായ ഭാഗം നമ്മൾ ലേസർ ഉപയോഗിച്ച് കുറച്ച് ബാഷ്പീകരിച്ച് വേപ്പറൈസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്നൊരു സംഭവമുണ്ട്. സാധാ ബലൂണിൻ്റെ പോകും നമുക്ക് മരുന്ന് പുരട്ട സ്റ്റെൻറ്റ് എന്നല്ല കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മരുന്ന് പുരട്ട ബലൂണുണ്ട്. അപ്പം നമ്മൾ ലേസർ ഉപയോഗിച്ച് ഈ സ്റ്റെൻറ്റിനകത്തുള്ള ടിഷ്യൂസൊക്കെ ഒന്ന് വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ലൂമനൊക്കെ നന്നായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെൻറ്റ് വെക്കാതെ ഈ മരുന്ന് പുരട്ടി ബലൂൺ അവിടെ വെച്ച് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഹാർട്ടിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഫുള്ളും വലിയ ബ്ലോക്കുകളൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു ബ്ലഡ് ക്ലോട്ട് മാത്രമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ലേസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ജസ്റ്റ് വേപ്പറൈസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെൻറ്റ് വെക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റെൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലകാലം വീണ്ടും നമുക്ക് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളെല്ലാം കഴിച്ചു പോകേണ്ടി വരത്തില്ല. അപ്പോൾ സ്റ്റെൻറ്റ് ഇല്ലാതെ വരുവാണെങ്കിൽ ആ മരുന്നിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടൂളാണ്. ഒരു ആൻജിയോപ്ലാസ്റ്റി ബ്ലോക്ക് മാറ്റുന്നതിനുള്ള നമുക്ക് നമ്മുടെ ആവനാഴിയിലുള്ള ആയുധങ്ങളിലുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ആയുധമാണ് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. സർ, എനിക്കറിയാവുന്ന ഒരാൾ ഇതുപോലെ ആൻജിയോപ്ലാസ്റ്റിക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി അല്ല, ബൈപ്പാസേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ, നമുക്ക് ഇപ്പം ഈ ബ്ലോക്ക് മാറ്റുന്ന ചികിത്സയെ പറ്റിയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഉണ്ട്. നമുക്കറിയാമോ ഈ ബൈപ്പാസാണ് ഈ ബ്ലോക്ക് മാറ്റുന്ന ചികിത്സയിൽ ആദ്യം കണ്ടുപിടിച്ചത്. അതിനുശേഷമാണ് ആൻജിയോപ്ലാസ്റ്റി വന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ പണ്ട് മുതലേ നമ്മളിപ്പോൾ ബ്ലോക്കുകൾ വരുമ്പോൾ ആദ്യം നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ നമ്മുടെ സയൻസും ടെക്നോളജിയും നമ്മുടെ എക്സ്പെർട്ടൈസ് എല്ലാം കൂടി വരുന്നതിനനുസരിച്ച് അത് എല്ലാ മേഖലയിലും അങ്ങനെയാണല്ലോ. പണ്ടുള്ള പല കാര്യങ്ങളും മാറി ഈസി ആയിട്ട് വരും. അങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി കണ്ടുപിടിച്ചു. അത് ഒരുപാട് പുരോഗതി വന്നു. ഇപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതെ വരുന്ന കുറേ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയുടെ ഡിഫറൻറ്റ് സ്റ്റേജസിൻ്റെ അകത്ത് ഈ വയർ ക്രോസ് ചെയ്ത് പോയാൽ, ബ്ലോക്ക് ക്രോസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വയർ ക്രോസ് ആവാത്ത സിറ്റുവേഷൻ വരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റുവേഷൻ ഭയങ്കര കാൽഷ്യം ഒക്കെ ഉള്ളൊരു ബ്ലോക്ക്, അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ഒരാൾക്ക് ഒരുപാട് നീണ്ട ബ്ലോക്കുകളുണ്ട്, പല ബ്രാഞ്ചിങ് ഏരിയയിലൊക്കെ ഇതായിട്ടുണ്ട്, ടോട്ടലായിട്ട് അടഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെൻറ്റുകൾ വേണ്ടി വരും, ഒരുപാട് ടെക്നിക്കലി ചലഞ്ചിങ് ആയിരിക്കും. അതുപോലെ ഒരുപാട് കാൽഷ്യം ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്റ്റെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ ഒന്നും കിട്ടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് ഈ സ്റ്റെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റെൻസിൻ്റെ ലെങ്ത്ത് കൂടും തോറും, അതിൻ്റെ ഡയമീറ്റർ കുറയും തോറും, എണ്ണം കൂടും തോറും, അതുപോലെ ചെയ്യുന്ന സ്ഥലം നമുക്കൊരു ബ്രാഞ്ചിങ് ഏരിയയിലാക്കിയാണെങ്കിൽ അങ്ങനെ കോംപ്ലക്സിറ്റി കൂടും തോറും ഈ സ്റ്റെൻസിൻ്റെ അകത്ത് റീനാരോയിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും തമ്മിൽ വ്യത്യാസം എന്താണ്? ആൻജിയോപ്ലാസ്റ്റിൽ നമ്മൾ സ്റ്റെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബൈപ്പാസിൽ ആ രോഗിയുടെ ശരീരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് മാറ്റുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ രക്തക്കുഴലുടെ അകത്ത് ലെഫ്റ്റ് ആൻറ്റി ഡിസെൻഡിങ് LAD എന്ന് പറയുന്ന രക്തക്കുഴലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബൈപ്പാസ് ചെയ്യുന്ന രോഗികൾക്ക് ഈ LAD ആർട്ടറിയുടെ ബ്ലോക്ക് മാറ്റുന്നത് നമ്മുടെ നെഞ്ചിനകത്ത് തന്നെയുള്ള ഇന്റേണൽ മാമറി ആർട്ടറി, ലിമ എന്ന് പറയും, ലെഫ്റ്റ് ഇന്റേണൽ മാമറി ആർട്ടറി എന്നുള്ള ആ ഒരു ആർട്ടറി വെച്ചിട്ടാണ് ഈ LAD എന്നുള്ള രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് സാധാരണ മാറ്റുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളിൽ എല്ലാ രക്തക്കുഴലിലും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ഈ ലിമ എന്ന് പറയുന്ന ഇന്റേണൽ മാമറി ആർട്ടറി രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. വേറെ എവിടെ ബ്ലോക്ക് വന്നാലും അതിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബൈപ്പാസ് ചെയ്യുന്ന രോഗികൾക്ക് ഈ ലിമ ഈ LADയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണൊരു വ്യത്യാസം. കാരണം നമ്മുടെ ശരീരത്തിൽ അതിനുള്ളൊരു ബ്ലോക്ക് വരാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു രക്തക്കുഴൽ വെച്ചിട്ടാണ് ആ ബ്ലോക്ക് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് മുതലേ ആ മെയിൻ രക്തക്കുഴലിൻ്റെ ഒരു ബ്ലോക്ക് നല്ല കാൽഷ്യമുള്ള ബ്ലോക്കാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. അത് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് LAD രക്തക്കുഴൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കടുത്ത ബ്ലോക്കുള്ള രോഗിയാണ്, അവർക്ക് വേറെ മൾട്ടിപ്പിൾ ബ്ലോക്കുകളുണ്ട്, പല ബ്രാഞ്ചിങ് ഏരിയയിലാണ് ബ്ലോക്കുകളുള്ളത്, കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ട്, ടോട്ടൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്കാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ബൈപ്പാസ് ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് ഡോക്ടർമാർ പറയും. അതേസമയം ലെഫ്റ്റ് ആൻറ്റി ഡിസെൻഡിങ് ആർട്ടറിക്കകത്ത് ബ്ലോക്ക് ഇല്ല എന്നിരിക്കട്ടെ, LADക്കകത്ത് ബ്ലോക്ക് ഇല്ല, അല്ലെങ്കിൽ LADക്കകത്തുള്ള ബ്ലോക്ക് നമുക്ക് ഗ്രാഫ്റ്റ് വെച്ച് മാറ്റാൻ പറ്റുന്ന ബ്ലോക്ക് അല്ല എന്നിരിക്കട്ടെ, അങ്ങനെയുള്ള രോഗിക്ക് ബൈപ്പാസിലിട്ട് വിടുന്ന അർത്ഥമില്ല.
അങ്ങനെയുള്ള രോഗിക്ക് നമുക്ക് പക്ഷേ മറ്റേ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് ഇപ്പോഴത്തെ ഈ നൂതന സംവിധാനങ്ങളായ ലേസർ ആൻജിയോപ്ലാസ്റ്റി, റോട്ടാബ്ലേഷൻ, പല പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം മിക്കവാറും ആ ബ്ലോക്കിൻ്റെ ലക്ഷണം അങ്ങനെ ആയതുകൊണ്ടാവാനാണ് സാധ്യത. പിന്നെ സർ, മെയിൽസിലാണോ ഫീമെയിൽസിലാണോ കൂടുതലായിട്ട് ഈ ഹാർട്ട് പ്രോബ്ലംസ് കാണുന്നത്? നമ്മൾ കൂടുതൽ പറയുമ്പോൾ ഈ മെയിൽ സെക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ. മെയിൽസിന് സാറിന് കൂടുതൽ അതിന് കാരണമുണ്ട്. കാരണം നമുക്ക് ഫീമെയിൽസിലുള്ള ഹോർമോൺസ്, ഈസ്ട്രോൺ ഹോർമോൺസ് ഉള്ളപ്പോൾ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ മെനോപോസിന് ശേഷം, ആർത്തവ വിരാമത്തിന് ശേഷം മെയിൽസിനും ഫീമെയിൽസിനും ഏകദേശം ഒരുപോലത്തെ റിസ്ക് ആണ്. പക്ഷേ മെനോപോസിന് മുമ്പുള്ള ഫീമെയിൽസിനും ആ പ്രായത്തിലുള്ള ആണുങ്ങളെ അപേക്ഷിച്ച് റിസ്ക് കുറവാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ യൂട്രസും ഓവറൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ റിസ്ക് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഉള്ള ഫീമെയിൽസ് ആണെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലുണ്ട്. പക്ഷെ പൊതുവെ മെയിൽസിനാണ് റിസ്ക് കൂടുതൽ. ഇതിപ്പം നമ്മുടെ ഈ ഹാർട്ട് പ്രശ്നങ്ങൾ, ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ കണ്ടുപിടിക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 18 വയസ്സ് മുതൽ ഇപ്പം നമുക്ക് റിസ്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറേ റിസ്ക് സ്കോർ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് പലതരത്തിലുള്ള, ഇപ്പം നമുക്ക് നമ്മുടെ ഏജും കൊളസ്ട്രോളിൻ്റെ അളവും ബാക്കിയെല്ലാം നമ്മൾ ആ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാനുള്ള റിസ്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് നോക്കുമ്പോൾ നമുക്ക് സീറോ റിസ്ക് എന്നൊരു സംഭവമില്ല. നമ്മൾ ലോ റിസ്കിലാണോ, ഹൈ റിസ്കിലാണോ, വെരി ഹൈ റിസ്കിലാണോ, ഇൻ്റർമീഡിയറ്റ് റിസ്കിലാണോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഈ പറഞ്ഞ നോക്കുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആണ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആണെന്ന് നമുക്ക് കാണുവാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നാച്ചുറലി നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളതിൽ നേരത്തെ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ഇതായിട്ടുള്ള മാർഗം. പിന്നെ സയൻസ് കണ്ടുപിടിക്കാത്ത നമ്മുടെ കൺട്രോൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പ്രത്യേകിച്ചൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ ബോധവാനായിട്ട് നേരത്തെ പ്രിവെന്റീവ് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ആണോ, ബ്ലഡ് ടെസ്റ്റുകളാണോ, പിന്നെ എത്ര വയസ്സ് മുതലാണ് നമ്മളത് ചെയ്യേണ്ടത്? അതെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഈ ഒരു 18 ഇയേഴ്സിന് മുമ്പ്, അതായത് 20 വയസ്സിന് മുമ്പ് ശേഷം മുതൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇപ്പം നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണെന്നിരിക്കട്ടെ, നമുക്കിപ്പോൾ ചെയ്തപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോർമലാണ്. പണ്ടത്തെ ഗൈഡ് ലൈൻസിലൊക്കെ 40 വയസ്സിന് ശേഷം ചെയ്താൽ മതി എന്നായിരുന്നു. മനസ്സിലായോ? കാരണം ആ 40 വയസ്സിന് ശേഷമായിരുന്നു ഈ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം യങ്സ്റ്റേഴ്സിന് കണ്ടു തുടങ്ങിയപ്പോൾ ഗൈഡ് ലൈൻസ് മാറി തുടങ്ങി. ഇപ്പോൾ 20 വയസ്സിന് ശേഷം പോലെ നമ്മൾ ഈ പ്രിവെന്റീവ് മെഷേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെക്കപ്സ് ചെയ്ത് തുടങ്ങും. പ്രത്യേകിച്ച് നമുക്ക് ഈ ഫാമിലി ഹിസ്റ്ററിയും ഈ ഷുഗറും ഇതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് മോഡിഫൈ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഷുഗറും ഡയബറ്റീസും കൊളസ്ട്രോളിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ച് അത് കൂടുതലാണെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ കൊളസ്ട്രോളിൻ്റെ വാല്യൂ തന്നെ നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിലും നമ്മൾ ഓരോ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് ടാബ്ലറ്റ് വേണമോ, ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ എന്നതിനൊക്കെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണ്? നമുക്ക് എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മരുന്ന് വേണം നമ്മൾ പറയുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് അയ്യോ സാർ ഇനി ഇപ്പം പോലെ മരുന്ന് കഴിക്കണോ? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇപ്പോൾ ഈ ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതും കൊണ്ട് വരുന്ന ഒരു കുഴപ്പം, അത് ഹാർട്ട് അറ്റാക്ക് ആയാലും സ്ട്രോക്ക് ആയാലും അത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇത് കുറയ്ക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഇത് വരുന്നതിന് മുമ്പേ നമുക്കിത് ട്രീറ്റ് ചെയ്ത് കുറയ്ക്കാം. കാര്യം വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ട് ഇതിനെല്ലാം. അത് ബി പിക്ക് ആയാലും ഷുഗറിനായാലും കൊളസ്ട്രോളിനായാലും ഓരോ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് അവരുടെ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് സേഫ് ആയിട്ടുള്ളൊരു ലെവലുണ്ട്. അത് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ലെവലിൽ താഴെ ഈ വാല്യൂസ് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ്. നമുക്കൊരു അസുഖം വന്നിട്ട് ഇത് മാറ്റാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ പലപ്പോഴും ഞാൻ നമ്മുടെ പേഷ്യൻസിനോട് പറയും, നമ്മൾ ഈ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ VIP ആയാലും വരുമ്പോൾ നമുക്ക് സ്ഥലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ ജയിലിൽ പിടിച്ചിടും അല്ലേ? ദിലീപിൻ്റെ സിനിമയിലൊന്നും അല്ലേ? അതിന് കാരണം എന്താണ്? അവരൊരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൺസെപ്റ്റാണ് ഈ കാര്യങ്ങളിലുള്ളത്. അതിപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും നമുക്കൊരു ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം കുറയ്ക്കാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം കുറയ്ക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് വന്നതിന് ശേഷം കുറയ്ക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സേഫ് ലിമിറ്റിലേക്ക് കുറച്ച് വെക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ട് കുഴപ്പം വരും. അതെല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, സാർ ഇത് കഴിച്ചുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഈ മരുന്നുകൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള മരുന്നുകളെല്ലാം ഒരുപാട് പഠനങ്ങളും സേഫ്റ്റി മെഷേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗൈഡ് ലൈൻ ആയിട്ട് ഇത്ര മില്ലിഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു വളരെ മൈനർ ആസ്പെക്റ്റിലുള്ള ചെറിയ സൈഡ് എഫക്ട്, അത് ഇപ്പോൾ ആയിരക്കണക്കിന് രോഗികൾക്ക് കൊടുക്കുമ്പോൾ 1-2 രോഗികൾക്കായിരിക്കും വരുന്നത്. പക്ഷേ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഭയങ്കര കൂടുതലാണ്.
അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുക, കുറയ്ക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിച്ചേ പറ്റും, മരുന്ന് തന്നെ കഴിച്ച് തന്നെ കുറയ്ക്കണം. ഓക്കെ. അല്ലെങ്കിൽ എക്സസൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ കുറയ്ക്കണം. അതാണ് എൻ്റെ കാര്യം. സർ, ഇപ്പം പറഞ്ഞല്ലോ കാൽഷ്യം ഡിപ്പോസിഷൻ്റെ കാര്യം. ഇപ്പം ഇത്രയും കാൽഷ്യം ഡിപ്പോസിഷൻ ഉള്ള പേഷ്യൻസിന് എന്തൊക്കെയാണ് അവരുടെ ആ ഡിപ്പോസിഷൻ മാറ്റാനുള്ള മാർഗങ്ങൾ? ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക്കകത്ത് ഏറ്റവും ചലഞ്ചുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ആ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ. പലപ്പോഴും അങ്ങനത്തെ രോഗികൾക്കാണ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതെ, ഞാൻ പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതെ ബൈപ്പാസിലേക്കൊക്കെ വിടേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ കാൽഷ്യം മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക്. പിന്നെ ഈ ബ്ലോക്കുള്ള സ്ഥലത്തെ കാൽഷ്യം എങ്ങോട്ട് മാറ്റണമെന്നുള്ളതല്ല, നമുക്ക് ആ സ്ഥലത്ത് ബ്ലോക്കുള്ള ഭാഗത്തുള്ള കാൽഷ്യത്തിനെ നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് അവിടുത്തെ സ്റ്റെൻറ്റ് വെക്കാനും അല്ലെങ്കിൽ ബലൂൺ കൊടുത്ത് വികസിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കിയാൽ മതി നമുക്ക്. അതിന് ഒരുപാട് മെത്തേഡ്സ് ഇപ്പോൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് കട്ടിംഗ് ബലൂൺ എന്നൊരു ബലൂണുണ്ട്, ബ്ലേഡൊക്കെ വെച്ചിട്ടുള്ള ബലൂണുണ്ട്, സ്കോറിംഗ് ബലൂൺസ് ഉണ്ട് പ്രത്യേകിച്ച്. പിന്നെ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് വെച്ചിട്ട് നമുക്കതൊരു ബലൂണാണ്. ആ ബലൂണിൻ്റെ അകത്ത് നല്ല ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പോയിട്ട് കാൽഷ്യത്തിന് ബ്രേക്ക് ചെയ്യും. അങ്ങനെ IVL എന്ന് പറയും, ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് വെച്ചാൽ കാൽഷ്യം ബ്രേക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഹൈ പ്രഷർ ബലൂൺസ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ ബലൂണിൻ്റെ അകത്ത് നമ്മളൊരു 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 12 മില്ലിമീറ്റർ 14 അറ്റ്മോസ്ഫിയർ പ്രഷറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ 40 അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഹൈ പ്രഷർ ബലൂൺസ് ഉണ്ട് കാൽഷ്യം ബ്രേക്ക് ചെയ്യാനായിട്ട്. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്നാളെ നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു 70-year-old ജെന്റിൽമാൻ. അപ്പോൾ അദ്ദേഹത്തിന് വലതുവശത്തെ രക്തക്കുഴലിൽ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ, ഇടതുവശത്തെ രക്തക്കുഴലുകളിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ വലതുവശത്തെ രക്തക്കുഴലിൽ മാത്രം ബ്ലോക്ക് ഉള്ളപ്പോൾ ആ രോഗിക്ക് ബൈപ്പാസിന് ആരും വിടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടതുവശത്തെ പ്രധാനപ്പെട്ട രക്തക്കുഴൽ LAD ആർട്ടറിക്കകത്ത് ബ്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ബൈപ്പാസിലോട്ട് പോകുന്നില്ല, അഡ്വനയില്ല. അപ്പോൾ ഈ രോഗിക്ക് വലതുവശത്തെ രക്തക്കുഴൽ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ, അത് ടോട്ടൽ ഒക്ലൂഷനാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തൊരു വയറ് പോകുന്നുണ്ട്, പക്ഷേ ബലൂൺ ഒന്നും പോകുന്നില്ല, ഒരു ബലൂണും പോകുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും ചെറിയ 1 മില്ലിമീറ്ററിന് ബലൂൺ പോലും അതിനകത്തോടെ പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ലേസർ വന്നതിന് ശേഷം നമ്മളത് ഈ വയർ കോഴ്സിന് ശേഷം ലേസർ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബ്ലോക്ക് മാറിയിട്ട് നമുക്ക് അവിടെ സെൻഡ് ചെയ്ത ആ പേഷ്യൻ്റ് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻ, അപ്പോൾ നമുക്ക് ഈ രോഗിക്ക് നമുക്ക് ബൈപ്പാസിന് വിടാനും പറ്റത്തില്ല, എന്നാൽ ഈ കാൽഷ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് മാറ്റാനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ രോഗികൾക്കും നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി വേണമെന്നുള്ളതല്ല, പക്ഷേ ചില രോഗികൾക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ടെക്നോളജി. പലപ്പോഴും നമുക്ക് സാധാ ടെക്നിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മാറ്റാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒരു ഗുണം അതാണ്, നമുക്ക് നമ്മുടെ ഒരു ആവനാഴിയിലെ ഒരു എക്സ്ട്രാ ഒരു ആയുധമാണ് അത്. ഇപ്പം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് അബവ് 70 years, അപ്പം ഇവർക്ക് ഒക്കെ ലേസർ ആൻജിയോപ്ലാസ്റ്റി സേഫ് ആണോ ചെയ്യാൻ? ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് അങ്ങനെ പ്രത്യേകിച്ചായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ള കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികൾ അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ള രോഗികൾക്ക് നമുക്ക് ഈ ലേസറിനേക്കാൾ ഉപരി നമ്മൾ ഈ കൊടുക്കുന്ന കോൺട്രാസ്റ്റ് ആണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ ക്രിയാറ്റിൻ അളവ് കൂടുതലുള്ള രോഗികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ലോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. നമുക്ക് മാക്സിമം കോൺട്രാസ്റ്റ് കുറച്ചായിരിക്കും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. കാരണം കൂടുതൽ കോൺട്രാസ്റ്റ് കൊടുക്കുന്തോറും ആ കിഡ്നിയുടെ പ്രശ്നം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇമേജ് ഗൈഡായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു IVS OCT എന്നൊക്കെ പറഞ്ഞ ഇമേജിങ് ഗൈഡ്, ഈ ഇമേജ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോൺട്രാസ്റ്റിൻ്റെ അളവ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ലേസറിന് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ഏജ് കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് വെച്ചിട്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥയില്ല. പക്ഷേ രക്തക്കുഴലുടെ വലിപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ചെറിയ രക്തക്കുഴൽ നമുക്ക് ലേസർ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു മിനിമം വലിപ്പം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ നേർത്ത കിരണങ്ങളാണെങ്കിൽ പോലും നമുക്ക് വളരെ ചെറിയ രക്തക്കുഴൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതല്ലാത്തിടത്തോളം ഈ ഷുഗറോ കിഡ്നിയുടെ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാര്യമല്ല. പിന്നെ ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം വെച്ചാൽ സാധാ ആൻജിയോപ്ലാസ്റ്റി തന്നെ പോലെ തന്നെയാണ്. അത് പേഷ്യൻ്റ് അഡ്മിഷൻ ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും മരുന്നായാലും എല്ലാ പ്രൊസീജിയറും എല്ലാ കാര്യങ്ങളും സാധാ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെയാണ്. ആ ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു ഭാഗത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബലൂൺ വെച്ച് വീർപ്പിക്കുന്നതിന് പകരം ഇത് നമുക്ക് ലേസർ കൊണ്ടുപോയിട്ട് അത് ബാഷ്പീകരിച്ച് കളയുന്നു, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ റിക്കവറിക്കാണെങ്കിലും അതിന് ശേഷമുള്ള മരുന്നിനാണെങ്കിലും അതിൻ്റെ ഫോളോ അപ്പിനാണെങ്കിലും ഇതിന് മുമ്പ് ചെയ്യുന്ന ടെസ്റ്റുകൾക്കാണെങ്കിലും എല്ലാം ഒരു സാധാ കൺവെൻഷണൽ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെയുള്ളൂ. സർ, ഈ ആൻജിയോപ്ലാസ്റ്റി പെയിൻഫുൾ ആണോ? ആൻജിയോപ്ലാസ്റ്റി പെയിൻഫുൾ ആണ്. ഇതിൽ മുറിവൊന്നുമില്ല. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഒന്നുമില്ല കൈയുടെ റേഡിയൽ ആർട്ടറി എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ അൾണർ ആർട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ കാലിൻ്റെ ഫെമറൽ ആർട്ടറിയിലായിരിക്കും. അപ്പോൾ ഈ ആർട്ടറി വഴിയാണ് നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ട്യൂബ് വെച്ചിട്ട് ഷീത്ത് എന്ന് പറയും. ഇപ്പോൾ ഷീത്ത് വെച്ച് അതിനുള്ളിലൂടെയാണ് ഈ കത്തീറ്റേഴ്സ് ഹാർട്ടിൻ്റെ രക്തക്കുഴലിലോട്ട് കൊണ്ടുപോകുന്നത്.
ഈ സൂചി വെക്കുന്നതിന് മുമ്പ് നമ്മുടെ അവിടെ ലോക്കൽ അനസ്തീഷ്യ തരും. ഈ ലോക്കൽ അനസ്തീഷ്യ തരുന്ന സമയത്തുള്ള ഒരു ചെറിയ പെയിൻ കാണും. അത് എവിടെയാണെങ്കിലും നമുക്ക് മരവിപ്പിക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്യാനിലെല്ലാം വെക്കുമ്പോഴും ചെറിയ ഇഞ്ചക്ഷൻ വരുമല്ലോ, അത്ര വേദനയോ ഒന്നും. അത് കഴിഞ്ഞ് ഷീത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് പെയിൻലെസ് ആണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗികൾക്ക് ചിലപ്പോൾ അത് ആ ആൻജിയോപ്ലാസ്റ്റിക് പ്രൊസീജിയറിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ കാർഡിനും അനുസരിച്ച് ഓരോരുത്തരുടെ പെയിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി അനുസരിച്ച് ചില രോഗികൾ ചില പെയിൻ വരാറുണ്ട്. അത് ജനറലി അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. സാർ ഇപ്പം ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞല്ലോ, സാർ അതിനെക്കുറിച്ചൊന്ന് കുറച്ചുകൂടെ വിവരിച്ച് പറയാമോ? ആൻജിയോഗ്രാം എന്താണെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതെ. അപ്പം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വേണോ തീരുമാനിക്കുന്നത് ഈ ആൻജിയോഗ്രാം നോക്കിയിട്ട് അതിലെ ബ്ലോക്കുകൾ ഞാൻ പറഞ്ഞു നമുക്കൊരു 70-80% ബ്ലോക്ക് മുകളിലോട്ടുള്ള ബ്ലോക്കുകളൊക്കെയാണ് മറ്റൊന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഇമേജ് ഗൈഡഡ് എന്ന് പറഞ്ഞാൽ ഈ ആൻജിയോഗ്രാം കൂടാതെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് രക്തക്കുഴലിൻ്റെ അകത്ത് നമ്മളൊരു ക്യാമറ പോലെ കാര്യം വെച്ച് നോക്കുന്നതിനാണ് ഇമേജിംഗ് എന്ന് പറയുന്നത്. അത് 2 തരത്തിലുള്ള മൊഡാലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഐവസ് എന്ന് പറയും, അതായത് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ആണ്. പിന്നെ ഉള്ളത് OCT എന്ന് പറയും, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി, ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ ഈ ഇമേജിംഗ് നോക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിഷ്വൽ അസംഷൻ അല്ല, കറക്റ്റായിട്ട് ഈ രക്തക്കുഴലിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ബ്ലോക്ക് എവിടെ മുതൽ എവിടം വരെയാണോ ഉള്ളത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമുക്കറിയാലോ സ്റ്റെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സ്റ്റെൻറ്റ് കറക്റ്റ് സൈസ് കറക്റ്റ് ലെങ്ത് ഉള്ള സ്റ്റെൻറ്റ് അല്ല ആണെങ്കിൽ പിന്നീട് ആ സ്റ്റെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉദാഹരണത്തിന് നമുക്ക് 3.5 മില്ലിമീറ്റർ വ്യാസമുള്ളൊരു രക്തക്കൊള്ളാന്നിരിക്കട്ടെ, അതിൽ നമ്മൾ 2.5 മില്ലിമീറ്റർ വ്യാസമുള്ള സ്റ്റെൻറ്റാണ് വെച്ചെന്നിരിക്കട്ടെ, ആ സ്റ്റെൻറ്റ് വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് വെസലിൻ്റെ ഡയമീറ്റർ മനസ്സിലാക്കി ബ്ലോക്ക് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് മനസ്സിലാക്കി ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റെൻറ്റിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് ഈ ഇമേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞ് സ്റ്റെൻറ്റിങ് ചെയ്തതിന് ശേഷം ഈ സ്റ്റെൻറ്റ് വളരെ വ്യക്തമായിട്ട് ശരിക്കും രക്തക്കുഴലിൻ്റെ ഭിത്തിയിലേക്ക് ഒട്ടിയിരിക്കുകയാണോ, അതിൻ്റെ എഡ്ജസിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഈ വളരെ കറക്റ്റായിട്ടാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഇമേജ് ഉപയോഗിക്കാം. അപ്പോൾ അതായത് നമുക്കൊരു ഇമേജ് ഗൈഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് വിഷ്വലി നോക്കി ചെയ്യുന്നതിനേക്കാളും വളരെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റെൻറ്റ് സെലക്ഷൻ കറക്റ്റാവും, ലെങ്ത് കറക്റ്റ് ആവും, നമ്മൾ വെക്കുന്ന പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആവും, ചെയ്തതിന് ശേഷവും നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇതില്ലാതെ ചെയ്യുന്നതിനേക്കാളും ഭാവിയിൽ ഫ്യൂച്ചറിൽ വീണ്ടും ഈ സ്റ്റെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസ് വളരെ കുറയും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബൈപ്പാസിന് പകരം നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയുള്ള ഒരു ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് മെയിൻ എന്നൊക്കെ പറഞ്ഞ ഹാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ഇതെല്ലാം ശരിക്കും നമുക്ക് ഇമേജ് വെച്ച് മാത്രമേ ചെയ്യാമുള്ളൂ. അത് വെച്ച് ചെയ്യുമ്പോഴേ ആ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഫ്യൂച്ചറിലേക്കും അതായിരിക്കും നല്ല. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അതാണ് ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സാർ പറഞ്ഞല്ലോ സ്റ്റെന്റ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്ന്, അത് എത്ര കോമൺ ആണ്? സ്റ്റെന്റ് അതായത് നമുക്ക് സ്റ്റെന്റ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അക്യൂട്ടായിട്ട് വരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റെന്റ് വെച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റെന്റിനകത്ത് ബ്ലോക്ക്. കാരണം സ്റ്റെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോറിൻ മെറ്റീരിയൽ ആണല്ലോ, അപ്പോൾ ബോഡി അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് സ്റ്റെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ക്ലോട്ടൊക്കെ രൂപപ്പെടും. നമ്മൾ സ്റ്റെൻറ്റ് ത്രോംബോസിസ് പറയും, അക്യൂട്ട് സ്റ്റെൻറ്റ് ത്രോംബോസിസ് എന്ന് പറയും. സ്റ്റെൻറ്റ് വെച്ച് ഉടനെ കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിനകത്തൊക്കെ പെട്ടെന്ന് ക്ലോട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് തിന്നിങ് ഏജൻസി, ആസ്പിരിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകളുടെ പുതിയ മെഡിസിൻസ് വന്നതിന് ശേഷം അതെല്ലാം വളരെ കുറവാണ്. പിന്നെ സ്റ്റെൻറ്റിൻ ടെക്നോളജി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇമേജ് ഒക്കെ വെച്ചിട്ട് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ സ്റ്റെൻറ്റിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ സ്റ്റെൻറ്റ് വെച്ച് കഴിയുമ്പോൾ വെസലിൻ്റെ വാളിൽ വരെ ചില ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഇമേജ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളെല്ലാം മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ പണ്ട് ഇത് വന്നപ്പോൾ മെഡിക്കേറ്റഡ് സ്റ്റെൻസ് അല്ലായിരുന്നു. മെഡിക്കേറ്റഡ് അല്ലാത്ത സ്റ്റെൻസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 30% ആൾക്കാർക്ക് വീണ്ടും അതിനകത്തൊരു ഒരു കൊല്ലത്തിൽ 6 മാസത്തിനകത്ത് ബ്ലോക്കുകൾ വരുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മെഡിക്കേറ്റഡ് സ്റ്റെൻസ് കണ്ടുപിടിച്ചത്. ഇപ്പം നമ്മളൊരു മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ആണ് നമുക്ക് മിക്കവാറും എല്ലാ രോഗികൾക്കും മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഇടുന്നത്. അപ്പോൾ മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റീനാരോഗ്യം, നമ്മൾ ഇൻസ്റ്റെൻറ്റ് റീസ്റ്റെനോസിസ് ആണ് ഈ സ്റ്റെൻറ്റിനകത്ത് വീണ്ടും ആരോഗ്യം വരുന്നത്, അത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു <5% എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് <1%, 2% വരെ പറയാൻ പറ്റും നമ്മൾ വളരെ കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ, ഇപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും ഒരു കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. ഒരു കോംപ്ലക്സ് ഉദാഹരണത്തിന് ഒരു ബ്രാഞ്ചിങ് ഏരിയയിലാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്നത്. അവിടെ 2-3 സ്റ്റെൻ്റ് ഉണ്ട്, വളരെ ലെങ്ത് കൂടിയ സ്റ്റെൻ്റ് ഉണ്ട്. അങ്ങനെ ആ പ്രൊസീജിയറിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും ഈ ആരോഗ്യത്തിനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി ഉള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു 5% ചാൻസ്, <5% ചാൻസേ ഉള്ളൂ അതിൻ്റെ അത് വീണ്ടും ബ്ലോക്ക് വരാനുള്ളത്.
പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും അതൊരു 10% ഒരു 15% പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമുക്ക് പക്ഷേ നമ്മൾ വളരെ ഇമേജൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പേഷ്യൻ്റെ ഷുഗറും കൊളസ്ട്രോളൊക്കെ വളരെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ട് പോവുകയാണെന്ന്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മിക്കവർക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട് ഇങ്ങനെ പോകും. അതുപോലെ ഈ ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാം. ഇന്നാളൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റെ LAD, ലെഫ്റ്റ് ആൻറ്റി ഡിസെൻഡിങ് ആർട്ടറിയിൽ ഒരു 4 വർഷം മുമ്പ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട് ആ പേഷ്യൻറ്റിന്. ആ പേഷ്യൻ്റ് വീണ്ടും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് നെഞ്ചുവേദനയും കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ ഈ സ്റ്റെൻറ്റിനകത്താണ് വീണ്ടും ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇമേജ് വെച്ച് നോക്കുമ്പോൾ ആ സ്റ്റെൻറ്റ് ഒരു 2.5 മില്ലിമീറ്റർ സ്റ്റെൻറ്റാണ് വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇമേജിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആ വെസൽ 2.5 മില്ലിമീറ്റർ അല്ല, 3 മില്ലിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള വെസലാണെന്ന് മനസ്സിലായി. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. ഉദാഹരണത്തിന് ആ സ്റ്റെൻറ്റ് അന്ന് 2.5 മില്ലിമീറ്റർ വെക്കുന്നതിന് പകരം ഒരു 3 മില്ലിമീറ്ററുള്ള സ്റ്റെൻറ്റ് ഇമേജ് വെച്ചിട്ടാണ് വെച്ചിരുന്നതെങ്കിൽ ഈ ബ്ലോക്ക് വരാനുള്ള ചാൻസ് അന്ന് കുറഞ്ഞേനെ. മനസ്സിലായി? അതാണ് ഇമേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ഇമേജ് വെക്കുമ്പോൾ കറക്റ്റ് സൈസുള്ള സ്റ്റെൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഈ ഇമേജ് വെച്ച് നോക്കിയിട്ട് ഈ സ്റ്റെൻറ്റിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ 3 മില്ലിമീറ്ററിലായിട്ട് ആക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു സ്റ്റെൻറ്റ് അതിൻ്റെ മുകളിലോ താഴെ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, മരുന്ന് പുരട്ടിട്ട ബലൂൺ വെച്ച് ട്രീറ്റ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ്. സർ, ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് നോർമൽ ലൈഫിലേക്ക് പോകാൻ എത്ര നാളെടുക്കും? ഫോർ എക്സാമ്പിൾ മെഡിസിൻസ് എത്ര നാളത്തേക്ക് കഴിക്കേണ്ടി വരുമായിരിക്കും? അല്ലെങ്കിൽ ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് നോർമൽ ലൈഫിലായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അത് എന്തിനാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് വെച്ചിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി ആവട്ടെ, അപ്പോൾ നമുക്ക് കുറച്ചൊരു റിക്കവറി പീരീഡ് ഉണ്ട്. കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്കിന് നമുക്കൊരു ഹീലിംഗ് ടൈമുണ്ട്. ഇപ്പം നമുക്കൊരു മുറിവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഉടനെ തന്നെ നമ്മളത് ഉണങ്ങത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് ബ്ലോക്ക് മാറ്റിയാലും ആ ഡാമേജ് വന്നാൽ ആ മസിൽ ഒന്ന് നോർമൽ സ്പേസിലായിട്ട് വരാനായിട്ട് നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് യൂഷ്വലി 4 to 6 വീക്സ് ഒരു ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 4 to 6 വീക്സ് അല്ലെങ്കിൽ ഒരു 2 മാസത്തിന് കൂട്ടിക്കോ, ആ സമയത്ത് നമ്മൾ ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ചെയ്ത് നമ്മൾ രോഗിയോട് പറയാറുണ്ട്. കാരണം നമുക്ക് ആ ഹാർട്ടിനെ ഒരു ഹീലിംഗ് പ്രോസസ്സിന് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ചില രോഗികൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്കെല്ലാം നമ്മൾ ചിലപ്പോൾ കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് പറയും. കാരണം വെച്ചാൽ ഹാർട്ടിന് നമുക്കറിയാലോ, ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പോയാൽ ശ്വാസം മുട്ടും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഹാർട്ട് ഫെയിലിയറൊക്കെ പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ഒരു ഇത് പറയാറുണ്ട്, ഞാൻ ഒരു റെസ്റ്റും കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള പമ്പിങ് ഉള്ള ഒരാൾ ഹാർട്ട് അറ്റാക്ക് അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരുപാട് റെസ്റ്റും കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. വിതിൻ 1 or 2 വീക്സ് തന്നെ നമുക്ക് നോർമൽ ലൈഫിലോട്ട് നമുക്ക് പോകാം. ഇമ്മീഡിയറ്റ്ലി തന്നെ നോർമൽ ലൈഫ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഭാഗത്ത് സൂചിയെല്ലാം വെച്ച ഭാഗത്തുള്ള അവിടെയുള്ള ചെറിയ പെയിനും കാര്യങ്ങളും മാറാനായിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം നമുക്ക് ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പില്ലാത്ത കുറച്ച് മെഡിസിൻസ് വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻസാണ്. നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ 1 കൊല്ലം വരെ നമുക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള 2 മെഡിസിൻ കഴിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് സെൻസ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ആ 1 കൊല്ലം എന്നുള്ളത് കുറച്ച് നമുക്ക് 6 മാസം അല്ലെങ്കിൽ 3 മാസം വരെയൊക്കെ കുറയ്ക്കാം. പക്ഷേ എങ്കിലും ജനറലി ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആസ്പിരിൻ ഗുളിക അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രൽ ഗുളിക അല്ലെങ്കിൽ ടിക്കാഗ്ലോർ എന്നുള്ള ഗുളിക, ഇതിലൊരു കോമ്പിനേഷനാണ്. ആസ്പിരിൻ്റെ കൂടെ ഒരു ക്ലോപ്പിഡോഗ്രൽ ഗുളിക അല്ലെങ്കിൽ ടിക്കാഗ്ലോർ ഗുളികയായിരിക്കും. ഈ ഗുളികളുടെ കോമ്പിനേഷൻ നമുക്ക് 1 കൊല്ലം വരെ എന്തായാലും കഴിക്കണം. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പഠനങ്ങളും കാണിക്കുന്നത് അതിന് മുമ്പ് നിർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റെന്റ് ത്രോംബോസിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അസ്വസ്ഥത തോന്നിയില്ലെങ്കിൽ പോലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകൾ കഴിക്കണം. കാരണം ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഈ ചികിത്സയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സിംറ്റംസിന് വേണ്ടിയല്ല, നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഹാർട്ടിന് ബ്ലോക്ക് വന്നാൽ നമുക്ക് ബോഡിക്ക് വീണ്ടും ബ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ചാൻസ്. അപ്പോൾ അത് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി, രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചില മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നെഞ്ചുവേദന ഇല്ലെങ്കിൽ നെഞ്ചുവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കണമെന്നില്ല. പക്ഷേ ഈ ആസ്പിരിൻ ഗുളിക അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഗുളിക, കൊളസ്ട്രോളിൻ്റെ ഗുളിക, അതുപോലെ ചിലപ്പോൾ BP-യുടെ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്ന അതിൻ്റെ ഗുളിക, അതെല്ലാം നമ്മൾ ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കണം. 1 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഈ 2 രക്തം കട്ട പിടിക്കാനുള്ള മരുന്നിൽ നിന്ന് നമുക്ക് 1 മരുന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് രോഗിയുടെ പല കാര്യങ്ങളും വെച്ചാൽ അത് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ ഗുളിക. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു കാര്യം. കാരണം നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഗുളിക നമ്മളിപ്പോൾ 40 മില്ലിഗ്രാമോ അല്ലെങ്കിൽ 80 മില്ലിഗ്രാമോ എല്ലാം കൊടുക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, ഡോക്ടർ ഇത്രയും ഗുളിക ഇത്ര ഇത് വേണോ, 5 മില്ലിഗ്രാം പോരെ എന്നൊക്കെ ചോദിക്കും. എന്നുവെച്ചാൽ അവർക്ക് എന്തോ ഒരു ഭയമുണ്ട്. നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കൊടുക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു സയൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നാൽ വീണ്ടും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്.
ഒരു പ്രാവശ്യം ബ്ലോക്ക് വന്നാൽ നമുക്ക് വീണ്ടും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അവിടെയോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലോ വീണ്ടും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ കൊളസ്ട്രോൾ എത്രമാത്രം കുറച്ച് വെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളികൾ അല്ലെങ്കിൽ ബാക്കി മരുന്നുകൾ എങ്ങനെ കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും കുറവ് നമുക്ക് ഈ വീണ്ടും രണ്ടാമത് വരാനുള്ള ചാൻസ് കുറയുന്നതെന്നുള്ളത് പഠനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല പഠനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മൾ അതുപോലെ നമുക്ക് ഇന്ത്യൻസിന് നമുക്ക് വെസ്റ്റേൺ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ആവറേജ് ഏജ് ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ ഈ വെസ്റ്റേൺസിലൊക്കെ വരുന്നതിനേക്കാളും 10 വർഷം മുമ്പാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. നമ്മുടെ ആൾക്കാർക്ക് അതുപോലെ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങളും എല്ലാം അവരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ കാരണം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കുന്ന മരുന്നുകൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ LDL എന്നൊരു ഘടകമുണ്ട്. ചീത്ത കൊളസ്ട്രോൾ പല ഘടകങ്ങളുണ്ടല്ലോ. നല്ല കൊളസ്ട്രോൾ നമ്മൾ HDL എന്ന് പറയും, ചീത്ത കൊളസ്ട്രോൾ നമ്മൾ LDL എന്ന് പറയും. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് അത് എത്ര കുറച്ച് വയ്ക്കാമോ അത്രയും കുറച്ച് വേണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസിന് 50 mg/% താഴെ വരണമെന്നാണ് പറയുന്നത്. LDL എന്നുള്ള 50 താഴെ വരണമെന്നാണ് പറയുന്നത്. അപ്പം അത് കുറച്ച് വെക്കാനായിട്ട് നമുക്ക് എത്രമാത്രം ഡ്രഗ്സ് വേണോ ആ ഡ്രഗ്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അതാണ് അങ്ങനെ കുറച്ചിരിക്കുമ്പോഴേ നമുക്ക് വീണ്ടും വരാനുള്ള ഇത് കുറയും. അപ്പം നമ്മൾ ഈ മരുന്നിൻ്റെ ഡോസ് എഴുതുന്നതിന് അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അതേ ഡോസ് കഴിക്കണം. കാരണം അത് വെറുതെ തരുന്നതല്ല, അതിൻ്റെ ബാക്കിലുള്ള പഠനങ്ങളും സയൻസും വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോഴേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ വീണ്ടും ബ്ലോക്ക് വരാതിരിക്കുകയുള്ളൂ. ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ടിന് വരാതിരിക്കുകയുള്ളൂ. കാരണം ഒരു രക്തക്കൊള്ളിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു രക്തക്കൊള്ളിന് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാക്സിമം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കണം. നമ്മൾ കറക്റ്റായിട്ട് പറയുന്ന സമയങ്ങളിൽ ബ്ലഡ് ടെസ്റ്റ് നോക്കി അത് ആ ഒരു ഫോളോ അപ്പ് കറക്റ്റായിട്ട് റെഗുലറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫ് നമ്മൾക്ക് സാധാരണ പണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം തന്നെ വീണ്ടും ചെയ്യാം. അതിൽ ആകെ കുറച്ച് റെസ്ട്രിക്ഷൻ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവാണ്, ഹാർട്ട് ഫെയിലിയറിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞാൽ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാർ കാണും, ക്രിക്കറ്റ് കളിക്കാർ കാണും, അല്ലെങ്കിൽ നല്ല ഹെവി എക്സർസൈസ് ജോലി ചെയ്യുന്ന ആൾക്കാർ കാണും. അവർക്കെല്ലാം അവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോകാവുന്നേ ഉള്ളൂ. പിന്നെ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇഞ്ചുറി വരുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ നോർമൽ ലൈഫിന് ഒരു മാറ്റം വരുന്നില്ല. ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിചാരിച്ചോ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് വിചാരിച്ചോ നമുക്ക് അയ്യോ എല്ലാം പോയെന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ നോർമൽ ലൈഫ് തന്നെ നമുക്ക് മുന്നോട്ട് നയിച്ചു പോകാവുന്നതാണ്. സർ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ആക്റ്റീവായിട്ട് ഇരിക്കുവാണെങ്കിൽ മെഡിസിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നമുക്ക് ഓരോ രോഗിക്കും നമുക്കൊരു റിസ്ക് ലെവലുണ്ട്. ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളുടെ റിസ്ക് അല്ല ആൻജിയോപ്ലാസ്റ്റി കഴിയാത്ത ഒരാൾക്ക്. ഡയബറ്റീസ് ഉള്ള ഒരാളുടെ റിസ്ക് അല്ല ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക്. 60 വയസ്സുള്ള ഒരാളുടെ റിസ്ക് അല്ല 40 വയസ്സുള്ള ഒരാൾക്ക്. അപ്പം നമുക്ക് നമ്മളൊരു രോഗി വരുമ്പോൾ ആ രോഗിയുടെ ആ ഒരു റിസ്ക് ലെവൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ റിസ്ക് ലെവൽ ഉദ്ദേശിച്ച് നേരത്തെ പറഞ്ഞു നമുക്ക് പല പല മെത്തേഡ്സ് നമുക്ക് അറിയാൻ പറ്റും. ഈ രോഗിക്ക് അടുത്തൊരു 10 വർഷം ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ വരാനുള്ള റിസ്ക് എന്താണെന്ന് നമുക്കൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും ഒരു റിസ്ക് ലെവലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ഏത് ലെവലിൽ താഴെയാണ് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് നിർത്തേണ്ടത്, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ്, LDL കൊളസ്ട്രോളിൻ്റെ അളവ് നിർത്തേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾക്ക് ഇന്ത്യൻസ് ആണെങ്കിൽ ഒരു 50 താഴെ നിർത്തണമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത്. ഒരു 55 കൂട്ടിക്കും. ഈ 55 താഴെ നിർത്താനായിട്ട് നമുക്കിപ്പോൾ എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഡിഫിക്കൽട്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ വേറെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലാത്ത ഒരാൾ, നമുക്ക് ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഏജും വലിയ കാര്യമായിട്ടായിട്ടില്ല, നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഇല്ല, ഇങ്ങനെയുള്ള ഒരാളുടെ നമ്മൾ നോക്കുമ്പോൾ ഒരു LDL കൊളസ്ട്രോൾ ഒരു 100 ലെവലിൽ കണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 110 120 ലെവൽ കണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ റിസ്ക് ഓൾറെഡി ലോ ആണ്. അദ്ദേഹത്തിന് നമുക്ക് താഴ്ത്താൻ വേണ്ടി നമുക്ക് മരുന്ന് കഴിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നമുക്കൊരു എക്സസൈസ് ഒക്കെ ചെയ്താലും നമുക്ക് അതിനെ കുറയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി കൂടുതൽ കുറയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോരുത്തരുടെയും ആ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നമുക്കൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ താഴെ കൊളസ്ട്രോൾ നിർത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ മരുന്ന് കഴിച്ചോ എക്സസൈസ് കഴിച്ചോ, ഇതിനകത്ത് എല്ലാത്തിലും എക്സസൈസും ഉണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒരു കാര്യം എല്ലാത്തിലും ഉണ്ട്. അത് വെച്ച് ആ ടാർഗറ്റിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ആഡ് ചെയ്യണം, അങ്ങനെ പറയുന്നുള്ളൂ. എപ്പോഴും മരുന്ന് വേണം നിർബന്ധമില്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് സയന്റിഫിക്കലി നമ്മൾ സേഫ് ലെവലിലായെന്ന് പറയാൻ പറ്റുള്ളൂ. സർ, അപ്പം ഈ ജിമ്മിൽ പോകുന്നതും പിന്നെ ഹാർട്ട് ഡിസീസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അത് ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കുറേ പേര് നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ഫേമസ് ആക്ടർ മരണപ്പെട്ടു പോയി.
അപ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് എക്സസൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ലൊരു ആരോഗ്യം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഹാർട്ടിനും ആവശ്യമാണ്. പക്ഷെ അതൊരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണ് നമുക്ക് പാടുള്ളൂ. പിന്നെ പ്രൊഫഷണൽസ് മറ്റേ ബോഡി ബിൽഡേഴ്സ് എല്ലാം അവരതിൻ്റേതായ ഒരു വാമപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രൊഫഷണൽ ട്രെയിൻഡായിട്ട് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആണ്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മളുടെ ആസ്പെക്റ്റ് അറിയാൻ പാടില്ലാതെ നമ്മൾ വലിയ ഹെവി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങളാണ് നമുക്ക്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് ECG മെക്കോയും കാര്യങ്ങളൊക്കെ നോക്കി ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റ് എല്ലാം നോക്കി നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഒരു ഹെൽത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോകാനായിട്ട്. പിന്നെ ശരിക്കും നമ്മൾ ഹെവി ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കണം. എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വാമപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ യൂഷ്വലി നമ്മൾ ഫിറ്റായിട്ട് ഇരിക്കാനായിട്ടല്ലേ നമ്മളെല്ലാം ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു പ്രൊഫഷണലി പോയിട്ട് ഇതിന് പോകുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ഓക്കെയാണ്, നമ്മൾ ചെയ്യണം. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യണം. വളരെ ഹെവി ആയിട്ട് നമ്മൾ യൂഷ്വലി അങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഹാർട്ടിന് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് വരെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നതിനും, പിന്നെ ഹാർട്ട് ഹെൽത്തിനെ പറ്റിയും, പിന്നെ ഹാർട്ട് ബ്ലോക്സ്, ഹാർട്ട് അറ്റാക്കിനെ പറ്റിയും, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിനെ പറ്റിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു ഡോക്ടർ ഷിഫാസ്. താങ്ക് യു.